പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാനാണ് വന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണും. ക്രിസ്മസിൻ്റെ വൈബ് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച സാധനം. ഞാൻ വാങ്ങിയ ഭരണിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടിക്കാണും എന്തിനാണ് ഭരണി വാങ്ങിയതെന്ന്. ഞാൻ ചാലയിൽ പോയിട്ട് വാങ്ങിയതാണ്. തിരുവനന്തപുരത്തിൻ്റെ എന്താ പറയുക, എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ ചാല മാർക്കറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഭരണിയൊക്കെ കാണാൻ. എനിക്കെന്നല്ല, ഒട്ടുമിക്ക സ്ത്രീജനങ്ങൾക്കും ഭരണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ബനാന വൈനും ഒരു ഫ്യൂഷൻ വൈനുമാണ് ഉണ്ടാക്കുന്നത്. ഫ്യൂഷൻ വൈൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബനാന വൈൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വായു. വൈൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാളയൻകോടൻ പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊരു 1.5 കിലോ വാങ്ങിയാലേ നമുക്ക് 1 കിലോ കിട്ടുകയുള്ളൂ. അപ്പോൾ വൈൻ പ്രിപ്പയർ ചെയ്യാൻ എല്ലാ പാത്രങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ലൂക്ക് വാം വാട്ടർ, അതായത് ചെറിയ ഇളം ചൂടുവെള്ളം, അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ വീണ്ടും 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് 1-2 ടേബിൾ സ്പൂൺ ആ ചെറിയ ഇളം ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തവിടെ വെക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പഴം അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് 1 കിലോ ഉണ്ട് ഇത്. അത് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. ഒരുപാട് അങ്ങ് അളുബിളൂന്ന് ഉടച്ചെടുക്കണ്ട, ഒന്ന് കഷ്ണം കഷ്ണമായിട്ട് ഉടച്ചെടുക്കുക. ഞാനതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുവാണ്. ഭരണിയിൽ ഇടാം എന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ മനസ്സ് മാറ്റി വീണ്ടും ഗ്ലാസ്സിലോട്ട് ആക്കിയിട്ടുണ്ട്. ഭയങ്കര മധുരം വൈനിന് വേണ്ടാത്തതുകൊണ്ട് ഒരു 850 ഗ്രാം പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ 1 കിലോയിൽ. ഇവിടെ ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിലേക്ക് ചേർക്കാം. അതിനുശേഷം ചേർക്കുന്നത് ഒരു 4 കാശ്മീരി മുളകാണ്. അത് 2ആയിട്ട് മുറിച്ചിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സ്പൈസസ് ആണ്. ഗ്രാമ്പൂവും ഏലക്കയും ഒരു 6-7 പീസുണ്ട്. പട്ടയും ഒരു 4-5 പീസ് എടുത്തൊന്ന് ചതച്ച് ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലപോലെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്, 1.5 ലിറ്റർ. ബാക്കി പഞ്ചസാരയും കൂടെ ചേർത്തു. എന്നിട്ട് ഇത് നല്ലതുപോലെ, ഇത് ഇൻസ്റ്റൻറ്റ് വൈനാണ്, 10 ദിവസം ഇളക്കിയാൽ മതി. അപ്പോൾ ഇന്ന് ഇളക്കിയാൽ നാളെ അതേ സമയം തന്നെ ഇളക്കണം. അപ്പോൾ 10 ദിവസം കഴിഞ്ഞ് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.